Hello everyone, welcome back to Salem Learning. It's me Anurekna, നിങ്ങളുടെ സ്വന്തം അനു മിസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാവരും കുറെ കാര്യങ്ങള് ഇങ്ങനെ പഠിച്ചുകൊണ്ട് വരുവാണ് അല്ലെ. അപ്പൊ അതിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് മൾട്ടിപ്ലിക്കേഷൻ. പക്ഷെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ ഡബിൾ അറിയാത്ത ആൾക്കാർക്കും കുറച്ചുകൂടി ഒന്ന് ടഫ് ആയിരിക്കും. പക്ഷേ അതെങ്ങനെ സിമ്പിൾ ആക്കാം എന്നാണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് നമ്പേഴ്സിനൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അതെങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള വഴിയിലൂടെ മൾട്ടിപ്ലൈ ചെയ്യാം എന്നുകൂടെയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ആദ്യത്തെ ചോദ്യം നിങ്ങൾ നോക്കിക്കേ, 15 into 8 ആണ്. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? സാധാരണ രീതിയിൽ നിങ്ങൾ എല്ലാവരും മൾട്ടിപ്ലൈ ചെയ്യും അല്ലെ. 15 into 8 ചെയ്യും. അപ്പൊ എങ്ങനെ ചെയ്താലും വരുക? 5 into 8 40. ബാക്കി എന്ത് വരും? 4. ഒരു 8 അല്ലെ. 8 into 1 എന്ന് പറഞ്ഞാൽ 8 ആണ്. അതിനോട് 4 കൂട്ടിയാൽ എത്ര വരും? ഇവിടെ 120 എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടണം. ശരിക്കും ഇവിടെ 120 ആണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുക. അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊക്കെ എന്താക്കാം നമുക്ക്? ഒരു സൊല്യൂഷൻ ഉണ്ട്. എന്താണ് ആ സൊല്യൂഷൻ? ഇവിടെ നമ്മൾ ആ 15 എന്ന് പറയുന്ന നമ്പറിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാലോ? 15നെ ഒന്ന് സ്പ്ലിറ്റ് ആക്കി എഴുതിയാൽ എങ്ങനെയിരിക്കും? 10 + 5 എന്നുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് എന്തായി? മൾട്ടിപ്ലിക്കേഷൻ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് മാറി. ഇനി എന്റെ മക്കൾ നോക്കിക്കേ, ഈ 10 + 5 എന്നത് ഞാനൊരു ബ്രാക്കറ്റിലാണ് വെച്ചത് അല്ലെ. പുറത്താണ് ആരുള്ളത്? 8 ഉള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ പുറത്തുള്ള 8നെ ബ്രാക്കറ്റിന് ഉള്ളിലുള്ള ഓരോ നമ്പേഴ്സുമായിട്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നോക്കിക്കേ, ആദ്യം ഞാൻ 8നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, പിന്നീട് ഞാൻ 5നെ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. പക്ഷെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതേ നോക്കിക്കേടാ, ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് 8 into 10 ആണ്. 8 into 10 എന്ന് പറഞ്ഞാൽ 80 ആൻഡ് 8 into 5 എന്ന് പറഞ്ഞാൽ എത്ര വരും? ഇവിടെ 8 into 5 means 40. അപ്പൊ രണ്ടും കൂടെ ആഡ് ചെയ്താൽ എത്ര വരും? 120 എന്ന് വരും. അപ്പൊ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം? മനക്കണക്കിൽ ചെയ്യാം. പക്ഷേ അത് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ കഷ്ടമായി പോയേനെ. അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രോബ്ലം നിങ്ങൾ ഇതേപോലെ തന്നെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്ത് നോക്കിക്കേ. 18 into 5 ആണ്. 18നെ ഞാൻ എന്താക്കി? 10 + 8 ആക്കി മാറ്റി എഴുതി. അപ്പൊ 10 + 8 എന്ന് എഴുതുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ ബ്രാക്കറ്റിനുള്ളിലുള്ള 10നെ 5 കൊണ്ടും അതുപോലെ 8നെ 5 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ എന്റെ മക്കളൊന്ന് നോക്കിക്കേ, ഞാൻ ആദ്യം എന്ത് ചെയ്തു? 5നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 5നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 50 എന്ന് കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ 5നെ ഞാൻ 8 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് വരുവടാ? 40 എന്ന് വന്നു. ആഡ് ചെയ്താൽ 90 എന്ന ആൻസർ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഇതേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? മുകളിലുള്ള ഈ നമ്പേഴ്സ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. ശരിയായിട്ടുള്ള ആൻസർ തന്നെയാണോ നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്ന് നമുക്ക് നോക്കാലോ. ഓക്കെ, അപ്പൊ ഇതുപോലെ തന്നെ അടുത്ത പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കിയാലോ. എന്താ വരുക? 16 into 9 ആണ്. അപ്പൊ ആ 16നെ ഞാൻ എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. എങ്ങനെ? 10 + 6 ആക്കിയിട്ട് എഴുതി. അപ്പൊ നോക്കിക്കട്ടെ, ബ്രാക്കറ്റിനുള്ളിൽ ഇപ്പൊ 10ഉം 6ഉം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതാ പുറത്തുള്ള 9നെ നിങ്ങൾ എന്ത് ചെയ്യണം? 10 കൊണ്ടും അതുപോലെ 9നെ 6 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. 9നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര വരുവടാ? 90 എന്ന് വന്നിട്ടുണ്ടാവും. പ്ലസ് 9 into 6 അത് എത്ര വരും? 9 into 6 is 54 ആണ്. അപ്പൊ ഇത് ഞാൻ എന്ത് എഴുതി? 54 എന്ന് എഴുതി. ഇത് രണ്ടും ഒന്ന് ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എത്ര വരും? 144 എന്ന ആൻസർ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അതെങ്ങനെയാ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? അതിലെ വലിയ നമ്പറിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയെടുത്ത് നമുക്ക് സിമ്പിൾ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഓടിപ്പോയിട്ട് ഈ രണ്ട് നമ്പേഴ്സും അതേപോലെ അല്ലെ നമ്മളിപ്പോ ചെയ്ത ഐഡിയ വഴി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻസർ കിട്ടുമോ എന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇതുപോലെ സിമ്പിൾ ആയിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് മാത്സിൽ പഠിക്കാൻ പറ്റും. എന്റെ കുട്ടികൾ എന്താക്കിയാൽ മതി? പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പൊ ഇതുപോലെ അടിപൊളി ക്വസ്റ്റ്യൻസ് ആയിട്ട് മിസ് അടുത്ത ക്ലാസ്സിൽ വരാം. അതുവരെ ബൈ ബൈ, സീ യു.